ബീഹാറിൽ എൻ.ഡി.എ അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായ സർവേ 243 അംഗ നിയമസഭയിൽ എൻ.ഡി.എ സഖ്യത്തിന് 120 മുതൽ 140 സീറ്റ് വരെ ലഭിക്കാമെന്നുള്ളതാണ് സർവേ ഫലം. ടൈംസ് നൗവിന് വേണ്ടി JVC നടത്തിയ സർവേയിലാണ് എൻ.ഡി.എക്ക് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവിനെയാണെന്നും ഈ സർവേ ഫലത്തിലൂടെ പറയുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലു, എങ്ങനെയാണ് സർവേ ഫലം? ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടൈംസ് നൗവിന് വേണ്ടി JVC എന്ന സ്ഥാപനം നടത്തിയ അഭിപ്രായ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ ഫല പ്രകാരം വരുന്ന ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 അംഗ ബീഹാർ അസംബ്ലിയിൽ ഏതാണ്ട് 120 മുതൽ 140 സീറ്റ് വരെ NDAക്ക് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. മഹാസഖ്യത്തിന് 93 മുതൽ 112 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. BJP ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്നും BJPക്ക് 70 മുതൽ 81 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുമാണ് ഈ സർവേയിലെ പ്രവചനം. രണ്ടാമത്തെ കക്ഷിയായി NDAയിലെ രണ്ടാമത്തെ കക്ഷിയായി JDUവിന് 42 മുതൽ 48 സീറ്റ് വരെ ലഭിക്കാമെന്നും RJDക്ക് പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന RJDക്ക് 69 മുതൽ 78 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുമാണ് ഈ സർവേയിൽ പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ ബീഹാറിലെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് തേജസ്വി യാദവ് ആണെന്നും സർവേയിൽ പങ്കെടുത്ത 33% പേർ അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. നിതീഷ് കുമാറാണ് തൊട്ടു പിന്നിലായുള്ളത്. 29% പേരുടെ പിന്തുണയാണ് അദ്ദേഹം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വന്ന പ്രധാനപ്പെട്ട സർവേ ഫലങ്ങളിൽ ഒന്നിലാണ് ഇപ്പോൾ NDAക്ക് നേരിയ മുൻതൂക്കം ഈ സർവേ ഫലം പ്രവചനം നടത്തിയിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.